ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റോബോ ക്ലബ്ബ് എന്ന് പറഞ്ഞ് എന്തോന് നടന്നിരുന്ന ഒരു റോബോട്ട്സിൻ്റെ ഫുട്ബോളിൻ്റെ ഗെയിമാണ് കാണാൻ പോകുന്നത്. ഇത് ഓരോ കൺട്രീസിലും ഒരു വർഷം ഒരു കൺട്രിയിലായിരിക്കും, സ്പെസിഫിക് കൺട്രീസിലായിരിക്കും ഈ ഒരു ഇത് നടക്കുന്നത്. റോബോട്ടിനെ ചിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് ചിയറിങ് റോബോട്ടിന് വേഷമിട്ട് രണ്ട് മനുഷ്യരുണ്ട്. താഴെ നമ്മുടെ നെതർലാൻഡ്സിൻ്റെ മേയർ ഇരിപ്പുണ്ട്. ഈ വർഷം റോബോട്ടിൻ്റെ ഇത് നടന്നത് നെതർലാൻഡ്സിൽ വെച്ചാണ്. അപ്പോൾ അടുത്ത വർഷം വേറെ ഏതെങ്കിലും കൺട്രിയിലായിരിക്കും നടക്കാൻ പോകുന്നത്, യൂറോപ്യൻ കൺട്രീസിലായിരിക്കും നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇത് ഏതിൻ്റെയൊക്കെ മത്സരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഓറഞ്ച് കളർ റോബോട്ടിനെ കാണുന്നത് അതാണ് നമ്മുടെ നെതർലാൻഡ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന റോബോട്ടും, ആ വൈറ്റിഷ് കളർ അല്ലെ ക്രീം കളർ കാണുന്നതാണ് നമ്മുടെ ചൈനീസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പ്ലെയേഴ്സും. ഈ ഒരു ഗെയിമിൽ നെതർലാൻഡ്സ് ആയിരുന്നു വിൻ ചെയ്തിരുന്നത്. നെതർലാൻഡ്സിന് വേണ്ടിയും കുറേ സെപ്പറേറ്റ് ആൾക്കാരുണ്ട്. TU എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ ഉള്ള ആൾക്കാരായിരുന്നു ഈ നെതർലാൻഡ്സിന് വേണ്ടിയുള്ള റോബോട്ട്സിനെ ഇൻവെൻറ്റ് ചെയ്ത് അതിൻ്റെ പ്രോഗ്രാംസ് എഴുതി വെച്ചിരുന്നത്. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അവരാണ് ലിറ്ററലി ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ റോബോട്ട്സ് സ്റ്റക്കായി പോവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കോർഡിനേഷൻ കറക്റ്റായിട്ട് വന്നില്ലെങ്കിലും ത്രോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും റെഫറീസും അങ്ങനത്തെ ആൾക്കാരൊക്കെ വരും. ഇടയ്ക്ക് ആവശ്യമെങ്കിൽ അവരുടെ പ്രോഗ്രാമേഴ്സ് ഇതിനെ എടുക്കേണ്ടത് പാസ് ചെയ്യുന്നുണ്ടോ അതവിടെ ഹോൾഡ് ചെയ്തിട്ട് അത് പാസ് ചെയ്യും. ഇപ്പോൾ വൈറ്റിൻ്റെ കയ്യിലാണ് ഫുട്ബോൾ ഇരിക്കുന്നത്. ഓറഞ്ച് ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ നെതർലാൻഡ്സ് ടീം ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ നെതർലാൻഡ്സ് ടീം ഇതെടുത്തുകൊണ്ട് പോയി എന്നിട്ട് അടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓറഞ്ച് കണ്ട് ഇത് ഓറഞ്ചിലേക്ക് പാസ് ചെയ്തു. ഇത് ഗോൾ കിട്ടിയില്ല, അതിന് മുമ്പ് അടിച്ചുപോയി. ഇത് അടുത്ത നമ്മുടെ റോബോട്ട് പോലത്തെ ഒരു ഡോഗി റോബോട്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഒരു പട്ടിയുടെ ഷേപ്പിൽ നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ഇവിടെ. ഇത് ഡെഫിനറ്റ്ലി ഒരുപാട് ക്യാമറാസും ഒരുപാട് ഫോട്ടോസ് താഴെ കിടക്കുന്ന അവിടെ മേയർ ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഫോട്ടോസ് എടുക്കുന്നത്. ന്യൂസ് പേപ്പറിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇത് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന കാര്യമാണ്. അത് ഒരു കൺട്രിയിൽ മാത്രം നടക്കുന്നതായതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നല്ല സ്വീകാര്യതയുള്ളൊരു സ്ഥലമാണ്. പല കൺട്രിയിൽ നിന്ന് ആൾക്കാർ വന്ന് ഇവിടെ മത്സരിക്കും. ഇതൊരു വേറെ ഒരു റോബോട്ടായിരുന്നു, ഒരു അസിസ്റ്റൻറ്റ് റോബോട്ട് എന്നൊക്കെ പറഞ്ഞ് ഉള്ളൊരു പരിപാടി. മേ ഹെൽപ്പ് യു എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് സ്ക്രീനിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റോബോട്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു റോബോട്ടായിരുന്നു ഇത്.